നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കാലവർഷം തുടങ്ങി, ഒപ്പം കാലവർഷക്കെടുതികളും. ശക്തമായ മഴയെ തുടർന്ന് ഷൊർണൂരിൽ 8 വീടുകളിൽ വെള്ളം കയറി. ഷൊർണൂർ എംലാൽ തിയേറ്ററിന് പുറകുവശത്തായുള്ള വീടുകളായാണ് വെള്ളം കയറിയത്. മഴ പെയ്തോടെ മണ്ണൂർ നഗരിപ്പുറം കോട്ടക്കുന്ന് റോഡ് ചെളിക്കുളമായി ദുരിതം പേറി യാത്രക്കാർ. ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ അല്പം സാഹസികത അറിഞ്ഞിരിക്കണമെന്നും പ്രദേശവാസികൾ. കുളപ്പള്ളി പട്ടാമ്പി പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാടനാംകുറിശ്ശിയിലെ ചിലയിടങ്ങളിൽ അഴുക്കുചാൽ നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് പരാതി. പരുത്തിപ്പാറ റോഡ് പ്രവേശന ഭാഗ സമീപത്തായി വെള്ളം കെട്ടിനിൽക്കുകയും ഇതേ തുടർന്ന് വീട്ടുവളപ്പിലേക്കും മുറ്റത്തേക്കും ചെളിവെള്ളം ഒഴുകുന്നതായും പരാതി. പറളി ഓടന്നൂർ റൂട്ടിൽ റോഡിൻ്റെ വശം പൊട്ടിപ്പൊളിഞ്ഞ് വർഷങ്ങളായി ശരിയാക്കിയില്ല. ഈ റൂട്ടിലൂടെയുള്ള ഗതാഗതം ജീവൻ കയ്യിൽ പിടിച്ചെന്ന് നാട്ടുകാർ. വലിയ വാഹനങ്ങൾക്ക് വഴിമാറിക്കൊടുക്കുന്ന ഇരുചക്ര വാഹനക്കാർ വശങ്ങളിലെ ചാലിലേക്ക് മറിഞ്ഞ് പരിക്കേൽക്കുന്നത് നിത്യസംഭവമെന്നും പ്രദേശവാസികൾ. കോട്ടായി വില്ലേജ് ഓഫീസ് സ്മാർട്ടാണ്, പക്ഷേ ചുറ്റുമതിലില്ല. റവന്യൂ വകുപ്പിൻ്റെ 50 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ ചുറ്റുമതിലില്ലാത്തതിനാൽ സുരക്ഷിതത്വ ഭീഷണി നേരിടുന്നതായി പരാതി. ചുറ്റുമതിൽ ഇല്ലാത്തതിനാൽ രാത്രികാലങ്ങളിൽ തെരുവ് നായ്ക്കളും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമാകുകയാണെന്നും ആക്ഷേപം. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ തെരുവ് നായ്ക്കൾക്കുള്ള വാക്സിനേഷൻ നടപടികൾക്ക് തുടക്കം. നഗരസഭ നടപടികൾ വേഗത്തിൽ ആരംഭിച്ചത് ജനങ്ങളെ തെരുവുനായ കടിച്ച സാഹചര്യത്തിൽ. വാർത്തകൾ വിശദമായി. ശക്തമായ മഴയെ തുടർന്ന് ഷൊർണൂരിൽ 8 വീടുകളിൽ വെള്ളം കയറി. 20-ാം വാർഡിൽ എംലാൽ തിയേറ്ററിന് പുറകുവശത്തായുള്ള വീടുകളായാണ് വെള്ളം കയറിയിരിക്കുന്നത്. ചൊവ്വാഴ്ച രാത്രിയിലും ബുധനാഴ്ച പുലർച്ചെയും പെയ്ത മഴയിലാണ് വീടുകളിലേക്ക് വെള്ളം കയറിയത്. സത്വര നടപടികൾ ഉണ്ടാകണമെന്നും ആവശ്യമായിരുന്നു. മഴ പെയ്താൽ മണ്ണൂർ നഗരിപ്പുറം കോട്ടക്കുന്ന് റോഡ് ചെളിക്കുളമായി ദുരിതം പേറി യാത്രക്കാർ. ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ അല്പം സാഹസികത അറിഞ്ഞിരിക്കണം. മഴ പെയ്താൽ മണ്ണൂർ നഗരിപ്പുറം കൊട്ടക്കുന്ന് പൊതുമരാമത്ത് റോഡ് ചെളിക്കുളമാണ്. പുതുമനമഠം ഭാഗത്താണ് യാത്രക്കാരെ വലയ്ക്കുന്ന വെള്ളക്കെട്ട്. വെള്ളം കെട്ടിക്കിടക്കുന്നതിൽ 100 മീറ്ററോളം ദൂരം തകർന്നു കിടപ്പാണ്. അല്പം സാഹസികത ഇല്ലെങ്കിൽ യാത്രക്കാരൻ ചെളിയിൽ വീഴും. പലപ്പോഴും ഇരുചക്രവാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടാറുണ്ട്. മുട്ടോളം ചെളിവെള്ളം ഇവിടെ കെട്ടിക്കിടപ്പാണ്. കാൽനട യാത്രക്കാർക്കാണ് ഏറെ പ്രയാസപ്പെടുന്നത്. റോഡിനിരുവശവും അഴുക്കുചാലില്ലാത്തതാണ് പ്രധാന പ്രശ്നം. മഴ കൂടുതലായാൽ സമീപ വീടുകളിലെ മുറ്റത്തും ചെളിവെള്ളം നിറയും. കാലങ്ങളായുള്ള യാത്രക്കാരുടെ ദുരിതം പൊതുമരാമത്ത് ഇടപെട്ട് പരിഹരിക്കണമെന്നാണ് ജനകീയ ആവശ്യം. ഇതിലെ പോകുന്ന ജനങ്ങളുടെ അത്രയും ദുരിതമാണ്, കണ്ടില്ലേ? ഇത് ഞങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ആരും വന്നിട്ട് ഇതിലൊരു മാറ്റം കാണാനില്ല. നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയുള്ളൂ. ഇതിൽ നിന്നൊന്ന്, ഈ കിണറിൽ നിന്ന് ഞങ്ങളുടെ ജനങ്ങളെ ഒന്ന് കയറ്റി തരിക. ഈ കിണറിലാണ് ഇപ്പോൾ നമ്മൾ, ഈ കിണറും ഈ കുളത്തുകൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് കയറ്റി തരാൻ ഉള്ള എന്തെങ്കിലും ഒരു സംവിധാനം കാണുക, അത്രേ ഉള്ളൂ. പല കാലങ്ങളായിട്ട് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റോഡിന്റെ ദയനീയ സ്ഥിതി ആരും തന്നെ ചെവിയിൽ ഉൾക്കൊള്ളും. പലരും രാഷ്ട്രീയം പറഞ്ഞു മാറുകയാണ്. അവരാണ് ചെയ്യേണ്ടത്, ഇവരാണ് ചെയ്യേണ്ടത്, മറ്റൊരു ചെയ്താലേ ഇവർക്ക് പേരില്ല, ഇവർ ചെയ്താൽ അവർക്ക് പേരില്ല. ഇതൊന്നും ഒരു ന്യായമല്ല. ഇത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ റോഡ് വൃത്തിയാക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. അതിനുള്ള നടപടി എടുക്കണം എന്നാണ് എനിക്ക് അധികാരിയോട് പറയാനുള്ളത്. വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാം. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയം പറയാം, രാഷ്ട്രീയം ഞാൻ പറയില്ല. ഞാൻ ഇവിടുത്തെ ഒരു നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് ഈ റോഡിൽ കൂടെ ഞാൻ രാവിലെയും വൈകുന്നേരം നടക്കുന്ന ആളാണ്. മോർണിംഗ് വാക്കും ഈവനിങ് വാക്കും. പ്ലീസ് ഇതൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്യണം എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുളപ്പള്ളി പട്ടാമ്പി പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാടനാകുറിശ്ശിയിലെ ചിലയിടങ്ങളിൽ അഴുക്കുചാൽ നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് പരാതി. പരുത്തിപ്പാറ റോഡ് പ്രവേശന ഭാഗത്തിന് സമീപത്തായി ഡ്രൈനേജിൽ വെള്ളം കെട്ടിനിൽക്കുകയും ഇതേ തുടർന്ന് തൻ്റെ വീട്ടുവളപ്പിലേക്കും മുറ്റത്തേക്കും ചളിവെള്ളം ഒഴുകി വരുന്നതുമായാണ് കല്ലിടുമ്പിൽ വേണുഗോപാലിൻ്റെ പരാതി. പാത നിർമ്മാണക്കാരെ മുൻപേ പലതവണ വിവരം അറിയിച്ചിട്ടും ഇതുവരെ ഒരു നടപടി ഉണ്ടായില്ലെന്നും വേണുഗോപാൽ പറഞ്ഞു. കുളപ്പള്ളി പട്ടാമ്പി പാതയിലെ പരുത്തിപ്പാറ റോഡ് പ്രവേശന ഭാഗത്തെ സമീപമായാണ് ഡ്രൈനേജ് നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയും മഴവെള്ളം കൃത്യമായി ഒഴുകിപ്പോകാനാകാതെ തൻ്റെ വീട്ടുവളപ്പിലേക്കും മുറ്റത്തേക്കും ഒഴുകിയെത്തുന്നതിനെതിരെയും പരാതിയുമായി കല്ലിടുമ്പൽ വേണുഗോപാൽ രംഗത്തെത്തിയിരിക്കുന്നത്. പാതയോരത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. മഴ പെയ്താൽ ഡ്രൈനേജിൽ വെള്ളം കെട്ടിനിൽക്കുകയും ഈ ചളിവെള്ളം വീട്ടുവളപ്പിലേക്കും മുറ്റത്തേക്കും ഒഴുകി വരുന്നതായാണ് പരാതി. അതേസമയം ഡ്രൈനേജിൻ്റെ നിർമ്മാണമാകട്ടെ പാതി വഴിയിലാണ്. ഈ ഭാഗത്തെ കലുങ്കിലൂടെ വരുന്ന വെള്ളം ഡ്രൈനേജ് വഴി ഒഴുകിപ്പോകാൻ കഴിയുന്നുമില്ല. 4 അടിയോളം ഉയരത്തിൽ കുഴികളിൽ വെള്ളം കെട്ടിനിൽപ്പാണ്. കെട്ടിനിൽക്കുന്ന വെള്ളം അമിതമായാൽ വീടിൻ്റെ ഗേറ്റിലൂടെ
ഒഴുകിയാണ് വീട്ടുവളപ്പിലേക്കും മുറ്റത്തേക്കും എത്തുന്നത്. ഇതുമൂലം മുറ്റത്തെ ചെളിയും കെട്ടി നിൽപ്പാണ്. മാത്രമല്ല ചെളിവെള്ളം കിണറിലേക്ക് വരുന്നതായും പരാതിയുണ്ട്. വെള്ളം കെട്ടിനിന്ന് കൊതുകിൻ്റെ ശല്യവും രൂക്ഷമായിട്ടുണ്ട്. കലുങ്ക് ഭാഗത്ത് സൈഡ് ഭിത്തി കെട്ടാത്തതിനാൽ നിയന്ത്രണം വിട്ട വാഹനങ്ങൾ ഡ്രൈനേജിലേക്ക് വീണ സംഭവങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ 4 വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഡ്രൈനേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പാത നിർമ്മാണ ചുമതലയുള്ളവരെ പലതവണ അറിയിച്ചിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് കല്ലിടുമ്പിൽ വേണുഗോപാൽ പറഞ്ഞു. നമ്മുടെ വീട്ടിലേക്ക് വെള്ളം കവിഞ്ഞൊഴുകിയിരിക്കുകയാണ്. ഇവിടെ ഒരു കുളം മാതിരി ഡ്രൈനേജ് ഉണ്ടാക്കി തീർത്തിരിക്കുകയാണ്. ഇവിടെ റോഡ് കെട്ടിയതിൻ്റെ ഭാഗമായിട്ട് വെള്ളം അതൊന്നും മാറണേ ഇല്ല. അതിൻ്റെ പുറമെ ഈ ഡ്രൈനേജ് ഈ റോഡിൻ്റെ സൈഡിൽ തള്ളുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് വെള്ളം ഈ ചാലിന്ന് ഒഴുകി പോകണതിൽ എപ്പോഴും ഒരു 3-4 അടി വെള്ളം അതിൽ നിൽക്കുന്നുണ്ട്. അവർ ചാലിൻ്റെ മണ്ണെടുത്ത് റോഡിൻ്റെ വർക്ക് കെട്ടി ക്ലീനാക്കി ഞങ്ങൾക്ക് ചാലൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. ഇതുവരെ അവരിങ്ങോട്ട് തിരിഞ്ഞു വന്നിട്ടില്ല. ഈ കുണ്ടിൽ തന്നെ 3-4 മോട്ടോർ സൈക്കിളുകളും ഒരു ഓട്ടോറിക്ഷയും മറിഞ്ഞ് അപകടം ഉണ്ടായിട്ട് നിത്യസംഭവന്മാർ ഇവിടെ ശരിക്കും വീട്ടിലേക്ക് ഇറങ്ങുന്ന ഭാഗം തന്നെ മൂട്ടി തന്നിട്ടില്ല. ഇവിടെ മുഴുവൻ കുണ്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു 2.5 അടിയൊക്കെ ഉയരത്തിലാണ് വെള്ളം വീട്ടിലെ വളപ്പിൽ നിൽക്കുന്നത്. പഞ്ചായത്ത് അധികൃതരെയും വിവരം അറിയിച്ചിട്ടുണ്ട്. എത്രയും വേഗം ഡ്രെയിനേജ് സംവിധാനം കാര്യക്ഷമമാക്കി തൻ്റെ വീട്ടിലേക്ക് ഒഴുകുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്തണമെന്നാണ് വേണുഗോപാലിൻ്റെ ആവശ്യം. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. റോഡിൻ്റെ വശം വെട്ടിപ്പൊളിച്ചത് വർഷങ്ങളായിട്ടും ശരിയാക്കിയില്ല. പറളി ഓടനൂർ റൂട്ടിൽ ഗതാഗതം ജീവൻ കയ്യിൽ പിടിച്ചാണ്. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ജലവിതരണ പൈപ്പ് സ്ഥാപിക്കാനായി റോഡിൻ്റെ വശങ്ങൾ കീറിയത് വലിയ ഗർത്തമായി ഇരിക്കുകയാണ്. വലിയ വാഹനങ്ങൾക്ക് ഇരുചക്ര വാഹനങ്ങൾ വഴി മാറിക്കൊടുക്കുമ്പോൾ വശങ്ങളിലെ ചാലുകളിലേക്ക് മറിയുന്നതും പരുക്കേൽക്കുന്ന സംഭവം ഇവിടെ പതിവ് കാഴ്ചയാണെന്നും നാട്ടുകാർ പറയുന്നു. റോഡിന്റെ വശം വെട്ടിപ്പൊളിച്ചത് വർഷങ്ങളായിട്ടും ശരിയാക്കിയില്ല. ഓടന്നൂർ പറളി റൂട്ടിൽ ഗതാഗതം ജീവൻ കയ്യിൽ പിടിച്ച് ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ജലവിതരണ പൈപ്പ് സ്ഥാപിക്കാനായി റോഡിന്റെ വശം ചാലുകീറിയതാണ് വലിയ ഗർത്തമായത്. ഓടന്നൂർ സെന്ററിൽ നിന്നും പറളിയിലേക്കുള്ള പ്രധാന പാതയുടെ വശമാണ് ഒരടിയോളം താഴ്ന്നു തകർന്നു കിടക്കുന്നത്. ഏറെ ഗതാഗതത്തിലേക്കുള്ള റൂട്ടിൽ ഒരേ സമയം എതിർദിശയിൽ നിന്നും വാഹനങ്ങൾ വന്നാൽ പാലിക്കേണ്ട ചാലിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണിപ്പോൾ. റോഡ് വെട്ടിപ്പൊളിച്ച് വർഷങ്ങളായിട്ടും ശരിയാക്കാത്ത അധികൃതരുടെ നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ്. വലിയ വാഹനങ്ങൾക്ക് വഴിമാറി കൊടുക്കുമ്പോൾ ഇരുചക്ര വാഹനങ്ങൾ റോഡിന്റെ വശങ്ങളിലെ ചാലുകളിലേക്ക് വീണുമറിയുന്നതും പരിക്കേൽക്കുന്നതും ഇവിടുത്തെ പതിവ് കാഴ്ചയാണ്. അപകടങ്ങൾ നിരന്തരം ആവർത്തിക്കുമ്പോഴും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന അധികൃതർക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കോട്ടായി 1 വില്ലേജ് ഓഫീസ് സ്മാർട്ടാണ്, പക്ഷേ ചുറ്റുമതിലില്ല. റവന്യൂ വകുപ്പിൻ്റെ 50 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം ചുറ്റുമതിൽ ഇല്ലാത്തതിനാൽ സുരക്ഷാ ഭീഷണി നേരിടുകയാണ്. രാത്രികാലങ്ങളിൽ തെരുവ് നായ്ക്കളും സാമൂഹ്യവിരുദ്ധരും ഇവിടെ തമ്പടിക്കുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട്. ഭദ്രമായ കെട്ടിടമാണെങ്കിലും മുൻവശത്ത് മതിൽ പൊളിഞ്ഞു കിടക്കുന്നതിനാൽ സുരക്ഷിതത്വ ഭീഷണിയിലാണ് കെട്ടിടവും പരിസരവും. വില്ലേജ് ഓഫീസ് 3 വശങ്ങളിൽ മതിലുണ്ടെങ്കിലും പ്രധാന പാതയോരത്തെ കെട്ടിടത്തിന്റെ മുൻവശം മതിലില്ലാത്തതാണ് സുരക്ഷിതത്വം ഭീഷണിയിലാക്കിയത്. രാത്രികാലങ്ങളിൽ തെരുവുനായ്ക്കളും സാമൂഹ്യ വിരുദ്ധരും തമ്പടിക്കുന്നതും വില്ലേജ് ഓഫീസും പരിസരവും മലിനമാക്കുന്നതും എല്ലാ ദിവസവും മാലിന്യം വൃത്തിയാക്കുന്നത് ജീവനക്കാർക്ക് ഭാരമായിട്ടുണ്ടെന്നും പറയുന്നു. വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ മുൻവശം മതിൽ കെട്ടാൻ ചെറിയ സംഖ്യ ചെലവ് വരികയുള്ളൂവെന്നും റവന്യൂ വകുപ്പ് അടിയന്തരമായി ഇടപെട്ട് വില്ലേജ് ഓഫീസിന്റെ മുൻവശം മതിൽ കെട്ടി സുരക്ഷിതമാക്കണമെന്നും ആവശ്യമുയർന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ നഗരസഭ പരിധിയിലെ തെരുവ് നായ്ക്കൾക്കുള്ള വാക്സിനേഷൻ നടപടികൾ ആരംഭിച്ചു. പാലക്കാട്ടു നിന്നെത്തിയ ഒരു സംഘമാണ് വാക്സിനേഷൻ എടുക്കുന്നത്. നഗരസഭാ പരിധിയിൽ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായതിനാലും ആളുകളെ നായ കടിച്ച് പേവിഷബാധ സ്ഥിരീകരിച്ചതിനാലുമാണ് നടപടികൾ നഗരസഭ വേഗത്തിലാക്കിയത്. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായതിനാലും ആളുകളെ നായ കടിച്ച സാഹചര്യത്തിലും കടിച്ച നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലുമാണ് തെരുവ് നായ്ക്കൾക്കുള്ള വാക്സിനേഷൻ നടപടികൾ നഗരസഭ വേഗത്തിലാക്കിയത്. ബുധനാഴ്ച രാവിലെ മുതൽക്കാണ് വാക്സിനേഷൻ നടപടികൾക്ക് തുടക്കമിട്ടത്. പാലക്കാട്ട് നിന്നുള്ള ഒരു പ്രത്യേക സംഘം എത്തിയാണ് ഇവയെ പിടികൂടി വാക്സിനേഷൻ എടുക്കുന്നത്. നഗരസഭ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ പരിസരം തുടങ്ങിയ ഭാഗങ്ങളിൽ സംഘം എത്തിയാണ് നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകുന്നത്. വാക്സിനേഷൻ നടപടികളുടെ ഭാഗമായി രാവിലെ ഷൊർണൂർ ടൗണിൽ നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല, വൈസ് ചെയർമാൻ VK അനുരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രവീന്ദ്രൻ, വെറ്റിനറി ഡോക്ടർ ഷാലി തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു.
പരമാവധി നായ്ക്കളെ പിടികൂടി വാക്സിനേഷൻ നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വാക്സിനേഷൻ പ്രൊജക്ടിനായി തുക വകയിരുത്തിയിട്ടുണ്ടെന്നും എന്നാൽ ഇത് പാസ്സാകാത്ത സാഹചര്യത്തിൽ ഓൺ ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ചാണ് വാക്സിനേഷൻ നടപടികൾ നഗരസഭ ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. 14 മാസമായി മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാനുള്ള നടപടികൾ സർക്കാർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് BMS പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി PK ബൈജു ആവശ്യപ്പെട്ടു. BMS ചളവറ പഞ്ചായത്ത് സമ്മേളനം വേമ്പലത്ത് പാടത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതു സർക്കാരിന്റെ 10 വർഷത്തെ ഭരണം അസംഘടിത തൊഴിൽ മേഖലയെ തകർച്ചയിലേക്ക് നയിച്ചെന്നും ഇതേ നയമാണ് പുതിയ സർക്കാർ തുടരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ശക്തമായ തൊഴിലാളി പ്രക്ഷോഭത്തിന് BMS നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. BMS ചളവറ പഞ്ചായത്ത് സമ്മേളനം വേമ്പലത്തുപാടം RVLP സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മേഖലാ സമിതി അംഗം K കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ മേഖലാ സെക്രട്ടറി ശശി ചോറോട്ടൂർ സമരോപപ്രഭാഷണം നടത്തി. മേഖലാ വൈസ് പ്രസിഡന്റ് KP ജയരാജ്, ഷാജി P, K രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ കല്ലിപ്പാടം അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കൗൺസിലർ ഗീത ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹിത്തിക്ക് ക്ലാസ് എടുത്തു. കല്ലിപ്പാടത്തെ അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. മഴക്കാല രോഗങ്ങൾ പ്രതിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ക്ലാസ് ഒരുക്കിയത്. വാർഡ് കൗൺസിലർ ഗീത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാധാരണയായി കണ്ടുവരുന്ന ഒരു ഗുരുതരമായ രോഗമാണ്. അപ്പോൾ അതിനെതിരെ പ്രതിരോധ മരുന്ന് കഴിച്ചാൽ അത് ഇല്ലാതാകും. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹിത്തിക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി, എലിപ്പനി, അതുപോലെ വയറിളക്കം, ഛർദി, അങ്ങനെ നിരവധി രോഗങ്ങളാണ് ഈ സമയത്ത് പടർന്ന് പിടിക്കുന്നത്. പ്രധാനമായും 2 കാര്യമാണ്. ഒന്ന്, മഴയിലൂടെ വെള്ളം എത്തിയിട്ട് ഈ വെള്ളം കണ്ടാമിനേറ്റഡ് ആയിട്ട് മലിനമായിട്ട് ഒഴുകി മറ്റ് സ്ഥലങ്ങളിലും ജലസ്രോതസ്സുകളിലും നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളവുമായി പെട്ടെന്ന് മിക്സ് ആവുന്നു. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മഴക്കാലത്ത് കൊതുകുകളുടെ വളർച്ച വളരെയധികം കൂടുതലാണ്. ഈ കൊതുകുകൾ വഴി രോഗം പടരുന്നു. പ്രധാനപ്പെട്ട ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് മഴക്കാലത്ത് അസുഖങ്ങൾ കൂടുതൽ വരാൻ കാരണം. ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തവർക്ക് സൗജന്യ പ്രതിരോധ മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. നേരത്തെ ചടങ്ങിന് ഫാർമസിസ്റ്റ് ആര്യ സ്വാഗതം പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ നെഞ്ചേറ്റുന്ന ലോക കിരീടത്തിൻ്റെ മാനമുട്ടുന്ന മാതൃക നേരിൽ കണ്ട് ആസ്വദിക്കാം. ഒറ്റപ്പാലം പനമണ്ണയിലാണ് ആകാശപ്പൊക്കത്തിൽ അണിയിച്ചൊരുക്കുന്ന ലോകകപ്പിൻ്റെ കലാശ പോരാട്ടം വരെ നിൽക്കുന്ന പ്രദർശന വിസ്മയം 21 വൈകിട്ട് 3 മണിക്ക് IM വിജയൻ ഉദ്ഘാടനം ചെയ്യും. ലോകകപ്പിന്റെ കലാശ പോരാട്ടം വരെ തുടരുന്ന പ്രദർശന വിസ്മയം 21 ഉച്ചകഴിഞ്ഞ് 3 ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ IM വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഫുട്ബോൾ ആരാധകനും സംരംഭകനുമായ പനമണ്ണ സ്വദേശി യാസിർ പുതിയടത്താണ് കായിക പ്രേമികൾക്കായി വിസ്മയമൊരുക്കുന്നത്. 20 അടി ഉയരമുണ്ട് ലോകകപ്പ് മാതൃകയ്ക്ക്. ഇതിന് സ്ഥാപിക്കുന്ന സ്റ്റാൻഡ് കൂടിയാകുമ്പോൾ കാഴ്ചയിൽ ഉയരം 36 അടിയായി മാറും. തകരവും ഫോം ഷീറ്റും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ലോകകപ്പ് മാതൃക മലപ്പുറം പെരിന്തൽമണ്ണയിലാണ് ഒരുങ്ങുന്നത്. ആകെ 6 ലക്ഷം രൂപയോളമാണ് ചെലവ്. പനമണ്ണ അമ്പലവട്ടം റേഷൻ കട പരിസരത്ത് സ്ഥാപിക്കുന്ന ലോകകപ്പ് മാതൃകയും ഫുട്ബോൾ ലോകകപ്പിനോളം പഴക്കമുള്ള ചരിത്ര മുഹൂർത്തങ്ങളുടെ പ്രദർശനവും ചരിത്രത്തിൽ ഇടം നേടുമെന്ന് യാസർ പുതിയടത്ത് പറഞ്ഞു. ഒരു വേൾഡ് കപ്പ് എന്നുള്ള ഒരു മാതൃകയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഞങ്ങൾ ആ ട്രോഫിൻ്റെ ഹൈറ്റ് ഒരു 28 അടി ട്രോഫിയുടെ ഹൈറ്റ് ഉണ്ട്. ഇതിന്ന് ബേസിൽ നിന്ന് 28 അടി പൊന്തും. പിന്നെ അതിലുപരി നമുക്ക് ഇവിടെ ഒരു ചരിത്രം വരണം. ഫുട്ബോളിൻ്റെ ഒരു ചരിത്രം ആദ്യ വേൾഡ് കപ്പ് തൊട്ടിട്ട് അവസാന വേൾഡ് കപ്പ് വരെ അതിൻ്റെ ഫുൾ ചരിത്രങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. രാത്രി സമയങ്ങളിലെ കാഴ്ചയ്ക്ക് വിപുലമായ ലൈറ്റ് സൗകര്യം ഒരുക്കും. 1930 ഉറുഗ്വേ നേടിയ കന്നി ലോകകപ്പ് മുതൽ 2022 അർജന്റീന ചാമ്പ്യന്മാരായ അവസാന ലോകകപ്പ് വരെയുള്ള ചരിത്രമാണ് പ്രദർശനത്തിൽ ചിത്രങ്ങളിൽ സഹിതം വിവരിക്കുന്നത്. കായിക പ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഇതിഹാസ താരങ്ങൾ രചിച്ച ചരിത്ര മുഹൂർത്തങ്ങൾ, ഉശിരൻ പോരാട്ടങ്ങളുടെ കളിയാരവങ്ങൾ, വിരോചിത നിമിഷങ്ങൾ, അങ്ങനെയെല്ലാം ഉണ്ട് പ്രദർശന നഗരിയിൽ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയുടെയും വാണിയംകുളം PK ദാസ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭ അങ്കണത്തിൽ നടന്ന ക്യാമ്പിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല നിർവഹിച്ചു. നഗരസഭയും PK ദാസുമായി സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന മെഡിക്കൽ ക്യാമ്പാണ് ഇന്നിവിടെ
നടക്കുന്നത്. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുക, അതുപോലെ തന്നെ പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ജീവനക്കാർക്കും അതുപോലെ തന്നെ നഗരസഭയിൽ വരുന്ന ആളുകൾക്കും വേണ്ടിയാണ് ഇന്നിവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുക, പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുക എന്നതാണ് ക്യാമ്പിന്റെ പ്രധാന ലക്ഷ്യം. നഗരസഭയിലെ ജനങ്ങൾക്കും നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിലെ ജീവനക്കാർക്കും വേണ്ടിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഓർത്തോപീഡിക്, ENT, ഒഫ്താൽമോളജി, ജനറൽ മെഡിസിൻ എന്നീ വിഭാഗങ്ങളിലെ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനമാണ് ക്യാമ്പിൽ ലഭ്യമായത്. കൂടാതെ സൗജന്യ കൺസൾട്ടേഷൻ, ക്യാമ്പിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ലാബ് ടെസ്റ്റുകൾക്കും മരുന്നുകൾക്കും പ്രത്യേക ഇളവും നൽകിയിരുന്നു. ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ ആരംഭിച്ച ക്യാമ്പ് ഉച്ചയ്ക്ക് 2 മണിയോടെ സമാപിച്ചു. വൈസ് ചെയർമാൻ VK അനുരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CK സൗമ്യ, VC സിന്ധു, C സിന്ധു, C രവീന്ദ്രൻ, മറ്റു കൗൺസിലർമാർ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ KVR ഹൈസ്കൂളിൽ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. റിട്ടയർഡ് ഹെഡ് മിസ്സസ് ഡോക്ടർ മല്ലിക ക്ലാസ്സിന് നേതൃത്വം നൽകി. അക്കാദമിക്കുമായി ബന്ധപ്പെട്ടും കുട്ടികളുടെ പഠന നിലവാരം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെ സംബന്ധിച്ചുമാണ് ഷൊർണൂർ KVR ഹൈസ്കൂളിൽ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായാണ് ക്ലാസ് ഒരുക്കിയത്. മുൻ HM ഡോക്ടർ മല്ലിക ക്ലാസ് എടുത്തു. അവിടെ ടീച്ചറെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും സംസാരിക്കേണ്ട, കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും സംസാരിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ നിരീക്ഷിക്കണം, നമ്മൾ അതിനെ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിലേക്ക് വരണം. എന്നാലാണ് സ്കൂളിലത്തെ കുട്ടി എങ്ങനെയെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഈ നീലവെള്ളി യൂണിഫോം ഇട്ട ആൾ വേറെയാണ്. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ടീച്ചർ പറയുന്ന ആ ഒരു കുട്ടിയെ അംഗീകരിക്കാനും നമ്മൾ തയ്യാറാവുക. അതിൽ കുട്ടി എന്തെങ്കിലും ബുദ്ധിമുട്ട് പറയുന്നുണ്ടെങ്കിൽ അത് ആ ടീച്ചർ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ വിഷയാടിസ്ഥാനത്തിലാവാം. നിരവധി രക്ഷിതാക്കൾ ക്ലാസ്സിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാണിജ്യ വാർത്ത. ഇനി നല്ല ലാബ് ടെസ്റ്റിനായി തൃശ്ശൂരിൽ വരെ പോകേണ്ട. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള തൃശ്ശൂർ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറിയുടെ കളക്ഷൻ സെൻറ്റർ കുളപ്പുള്ളിയിലും പ്രവർത്തനം ആരംഭിച്ചു. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള തൃശൂർ സുധർമ്മ മെട്രോപോളിസ് ലാബോറട്ടറിയുടെ കളക്ഷൻ സെന്റർ കുളപ്പുള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഷൊർണൂർ കുളപ്പുള്ളി റോഡിൽ കുളപ്പുള്ളി പോസ്റ്റ് ഓഫീസിന് എതിർവശമാണ് കളക്ഷൻ സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. രക്തപരിശോധന മുതൽ വിവിധ ഹെൽത്ത് ചെക്കപ്പ് ടെസ്റ്റുകൾ ചെയ്യാനുള്ള സൗകര്യം സെന്ററിലുണ്ട്. കൃത്യതയാർന്ന റിസൾട്ടുകൾ സെന്റർ ഉറപ്പു നൽകുന്നു. 700 രൂപ മുതൽ 6000 വരെയുള്ള വിവിധ ലാബ് ടെസ്റ്റുകളും ഇവിടെ ലഭ്യമാണ്. ആരോഗ്യ പരിശോധനകൾ ഇനി കൂടുതൽ എളുപ്പത്തിലും കൃത്യതയുമായി സുധർമ്മ മെട്രോപോളിസ് ജനങ്ങളിലേക്ക്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ സെന്റർ തുറന്നു പ്രവർത്തിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 80 75 82 49 89 84 22 80 18 01 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകളിൽ ഒരിക്കൽ കൂടി. കാലവർഷം തുടങ്ങി, ഒപ്പം കാലവർഷക്കെടുതികളും. ശക്തമായ മഴയെ തുടർന്ന് ഷൊർണൂരിൽ 8 വീടുകളിൽ വെള്ളം കയറി. ഷൊർണൂർ എംലാൽ തിയേറ്ററിന് പുറകുവശത്തായുള്ള വീടുകളിലായാണ് വെള്ളം കയറിയത്. മഴ പെയ്തോടെ മണ്ണൂർ നഗരിപ്പുറം കോട്ടക്കുന്ന് റോഡ് ചെളിക്കുളമായി ദുരിതം പേറി യാത്രക്കാർ. ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ അല്പം സാഹസികത അറിഞ്ഞിരിക്കണമെന്നും പ്രദേശവാസികൾ. കുളപ്പുള്ളി പട്ടാമ്പി പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാടനാംകുറിശ്ശിയിലെ ചിലയിടങ്ങളിൽ അഴുക്കുചാൽ നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് പരാതി. പരുത്തിപ്പാറ റോഡ് പ്രവേശന ഭാഗ സമീപത്തായി വെള്ളം കെട്ടിനിൽക്കുകയും ഇതേ തുടർന്ന് വീട്ടുവളപ്പിലേക്കും മുറ്റത്തേക്കും ചെളിവെള്ളം ഒഴുകുന്നതായും പരാതി. പറളി ഓടന്നൂർ റൂട്ടിൽ റോഡിൻ്റെ വശം പൊട്ടിപ്പൊളിഞ്ഞ് വർഷങ്ങളായി ശരിയാക്കിയില്ല. ഈ റൂട്ടിലൂടെയുള്ള ഗതാഗതം ജീവൻ കയ്യിൽ പിടിച്ചെന്ന് നാട്ടുകാർ. വലിയ വാഹനങ്ങൾക്ക് വഴിമാറിക്കൊടുക്കുന്ന ഇരുചക്ര വാഹനക്കാർ വശങ്ങളിലെ ചാലിലേക്ക് മറിഞ്ഞ് പരിക്കേൽക്കുന്നത് നിത്യസംഭവമെന്നും പ്രദേശവാസികൾ. കോട്ടായി വില്ലേജ് ഓഫീസ് സ്മാർട്ടാണ്, പക്ഷേ ചുറ്റുമതിലില്ല. റവന്യൂ വകുപ്പിൻ്റെ 50 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ ചുറ്റുമതിലില്ലാത്തതിനാൽ സുരക്ഷിതത്വ ഭീഷണി നേരിടുന്നതായി പരാതി. ചുറ്റുമതിൽ ഇല്ലാത്തതിനാൽ രാത്രികാലങ്ങളിൽ തെരുവ് നായ്ക്കളും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമാകുകയാണെന്നും ആക്ഷേപം. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ തെരുവ് നായ്ക്കൾക്കുള്ള വാക്സിനേഷൻ നടപടികൾക്ക് തുടക്കം. നഗരസഭ നടപടികൾ വേഗത്തിൽ ആരംഭിച്ചത് ജനങ്ങളെ തെരുവുനായ കടിച്ച സാഹചര്യത്തിൽ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.